കുടുംബത്തിലൂടെ ഓരോലക്കുടയുമെടുത്ത് പോട്ടെ മതിയാ വേണ്ട ഞാനിപ്പഴേ ഫിറ്റാ ഇനി ഇത്ര സാധനം കൂടെ ഉള്ളൂ ബാലകൃഷ്ണ നീ വണ്ടി വേഗം വണ്ടി പോ എന്റെ കിടക്കുന്ന ജിമുക്ക തല പിടിച്ചാൽ താഴെ അടിക്കും പറഞ്ഞേക്കാം കേട്ടാ. നീ വണ്ടി എടുക്കുന്ന കാര്യം എന്തുവായി? കാശൊക്കെ റെഡിയായോ? ഓ ഇല്ലടാ, പുതിയ എടുക്കുന്ന നടക്കത്തില്ല, ഇനി സെക്കൻഡ് ഹാൻഡ് വല്ലതും നോക്കണം. തൽക്കാലം ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വണ്ടി ഇല്ലടാ, അതുകൊണ്ടൊക്കെ ഒന്ന് തൃപ്തിപ്പെട്. ഓ എത്രയെന്നൊക്കെ വെച്ചാടാ നിങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോകുന്നത്? പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹം, അത് കുറെ നാളായിട്ടുണ്ടല്ലോ. എടാ എന്ത് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ വണ്ടിയൊക്കെ നിനക്ക് എപ്പോൾ എടുക്കാമല്ലോ, പിന്നെന്താ കുഴപ്പം? അതുകൊണ്ടല്ലടാ, കണ്ടോ ഒരുപാട് കുഴപ്പമില്ലാത്ത വണ്ടിയാ നോക്കുന്നു. ഇത് കൊള്ളാലോടാ, പുതിയ വണ്ടി പോലെ ഉണ്ടല്ലോടാ. അതേ ഞാൻ പറഞ്ഞത് ഒരുപാട് കുഴപ്പമില്ലെന്ന്. ഇത് കൊള്ളാലോടാ, നല്ല വണ്ടിയാ, കുഴപ്പമൊന്നുമില്ല, കാണാനൊരു വർക്കത്തൊക്കെ ഉണ്ട്. എടാ ഈ വണ്ടി കൊള്ളാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ നീ ഇപ്പം നോക്ക്, കാരണം ഇപ്പം അതേ റേറ്റ് കുറവ് ഇട്ടേക്കുന്നത്, ഇപ്പോൾ സെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, എടാ അമീറെ നമുക്ക് ഈ വണ്ടി നാളത്തെ പോയി നോക്കാം. ഒരു പോക്ക് പിടിക്കാനായിട്ട് ഒടുക്കത്തെ വെയിൽ, ബാക്കിയുള്ളവരുടെ കണ്ടി വെള്ളം തൂറുവാ. വേടാ പുറത്തോട്ട് അങ്ങനെ പോവാം. ശരി നാളെ വണ്ടി വേണം ചെല്ലാൻ പറഞ്ഞു. എപ്പോ? നാളെ രാവിലെ. നാളെ രാവിലെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, അവിടെ അച്ഛൻ സീനാ. നിങ്ങൾ പോയിട്ടോ. എടാ അത് കുഴപ്പമില്ല, നമുക്ക് പോവാം. അമ്മേറിഞ്ഞോണ്ടല്ലോ, നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. എടാ അപ്പോൾ നാളെ രാവിലെ ഓക്കെ അല്ലേ? ബ്രോ വിളിച്ചായിരുന്നു ബൈക്കിന്റെ കാര്യത്തിൽ. മനസ്സിലായി ബ്രോ. ഇതാ വണ്ടി പുൾസർ 220. പുൾസർ അല്ല, പൾസർ. ബ്രോ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് ഒന്നും ഇല്ല, പേടിക്കണ്ട, കുഴപ്പമില്ല. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി കൊള്ളാം, പക്ഷെ പറഞ്ഞ റേറ്റിൽ എന്തെങ്കിലും കുറയോ? ഇല്ല ബ്രോ, ഫിക്സഡ് റേറ്റ് ആണ്. ഓക്കെ ബ്രോ, ഞങ്ങളൊന്ന് സംസാരിക്കും. ബ്രോ അപ്പം ഞങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ ബാക്കി കാര്യങ്ങൾ? പൈസ കൊടുക്കാമല്ലോ. വണ്ടി കൊള്ളാം കേട്ടോടാ. എന്തോന്നാടേ, പുതിയ വണ്ടി ആയിക്കിട്ടേ ഇപ്പൊ നമ്മളെ കാര്യം വേണ്ടേ? ഒറ്റയ്ക്ക് അങ്ങ് ഉരു തണ്ടാൻ പോവാണോ? പിന്നെ ആരെയൊക്കെ കാര്യം വൈകിട്ട് വാഹനം മേടിച്ച് സിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വിധം മാറാൻ പോകണം. സാധനമൊക്കെ വൈകിട്ട് സെറ്റാക്കടാ. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ, വൈകിട്ട് സെറ്റാക്കാം. പോയിട്ട് വരാം. അവന്റെ വണ്ടിയുടെ പുറയിൽ ഒരു പെണ്ണ്, അവന്റെ വണ്ടിയുടെ പുറയില്ലേ? എവിടെ? ഏതാണ് വിശാലിന്റെ പുറകെ പെണ്ണ്? കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, നീ കണ്ടില്ലേ? കണ്ടു. എടാ പോടാ, അവൻ ഇപ്പം അങ്ങോട്ട് പോയല്ലോ, പിന്നെ പെണ്ണ് കാണാൻ പറയും. നീ കണ്ടില്ലടാ വെള്ള ചുരിദാറിട്ട പെണ്ണിനെ നീ കണ്ടില്ലേ? അതെ വെള്ള കണ്ടില്ലേ? സത്യമാടാ, നീയെങ്കിലും ഒന്ന് വിശ്വസിക്കടാ. എന്തിനാണ് ഞാൻ നിങ്ങളോടൊക്കെ കള്ളം പറയുന്നത്?
എന്തിനാണ് ഈ ബിയർ സാമാനം മേടിച്ചത്? അടിച്ചാലും ഒന്നും ആകത്തുമില്ല. അച്ഛനെങ്ങാനായിരുന്നെങ്കിൽ 2 അടിച്ച് ജിഞ്ചിലായിട്ട് നടക്കാനായിരുന്നു. വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യടേ. ഒരാളെ വണ്ടി എടുത്തില്ലേ, നമുക്ക് ട്രിപ്പ് കിട്ടുമല്ലോ. എൻ്റെ പൊന്നടാ, ഒരു ട്രിപ്പ് പോയി നിനക്ക് അറിയാമല്ലോ. 6 രൂപ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ട്രിപ്പ് ഓപ്പ് പോണാടുന്നു ജോലിയൊന്നും ഉള്ളിയായിട്ട്. ഒരു ബിയറടിച്ചപ്പോ കിടന്ന് ആടുന്നു. ഇവനാണോ പറഞ്ഞ ലിക്കർ മേടിക്കാൻ? നിന്റെ വണ്ടി ഒരു പെണ്ണ് പെണ്ണ് കോപ്പ്. നീ രാവിലെ തുടങ്ങിയതാ ഇത്. അങ്ങോട്ട് നോക്കണം. നിനക്ക് എന്താ അവിടെ കാര്യമില്ല. നിനക്ക് ഈ പേടി ഇതുവരെ മാറിയില്ലേ? എനിക്കെന്താ തലയ്ക്ക് ഓളമാണോ? എന്തായാലും ഞാൻ വിടും. നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് നീ ഇവനെ വീട്ടിൽ കൊണ്ടുപോകണം കേട്ടാ. എടാ നീ വേഗം ഫിനിഷ് ചെയ്യണം, അത് പോവാം. ഹലോ അബി. എടാ ഞാനാ ഇവിടെ ഉള്ളവരെല്ലാരും കൂടെ അമ്പലത്തിൽ തൊഴാൻ പോയിക്കോ. നിർമ്മാലയൊക്കെ തൊഴിലിട്ട് നാളെ വരത്തുള്ളൂ. നീ ഒരു കുപ്പിയും മനുഷ്യനെ കേട്ടോ, നമുക്ക് ഇന്ന് ഇവിടെ സെറ്റാക്കാം. എന്താ എന്താ പറ്റി? ഇതൊന്നും അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. ഞാനാണ് വിളിച്ചത്. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ എന്തായാലും അവനെ വിളിച്ചു വാങ്ങല്ലോ. ശരിയെന്നാ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം
നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എടാ നിന്നോടാ ചോദിക്കുന്നത്. നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട്? ഓ ഞാനീ ഇറങ്ങി. പിന്നെ ഡാഡി സീനാണെന്നൊക്കെ പറയും. ഇന്നലത്തെ വെള്ളയുടെ കാര്യം. അല്ല നീ ഒറ്റയ്ക്കാണോ വന്നേ? സാധനം വാങ്ങിയില്ലേ? അല്ല നിന്റെ വണ്ടി എന്തി? ഓ ഇല്ലടാ, ഞാൻ നടന്നെങ്കിൽ പോകണം. 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെ നീ ഇത്രയും ദൂരം ഈ രാത്രി ഒറ്റയ്ക്ക് നടന്നു വന്നു? നമുക്കൊരു റൈഡ് പോയാലോ? ഈ പാതിരാത്രിക്കോ? നിനക്ക് എന്താ? എനിക്ക് ഉറക്കം വരുന്നത്. വാ, നാളെ എങ്ങാനും പോവാം. വാ, നീ ഒന്ന് കിടക്ക്. വാ, നിന്നോടാ പറഞ്ഞു വാടാ. ഇത് നിന്റെ കറക്റ്റാ. നീ എന്താ വെള്ളം അടിച്ച് ഫിറ്റായിട്ട് പോയപ്പോൾ ഊരിട്ടിട്ട് പോയില്ലേ? ഇതാ ഞാൻ അർച്ചനെ വിളിച്ചായിരുന്നടാ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ ഇത്ര ഇവിടെ ഷർട്ട് മാറിയോ? നിന്റെ മുഖം വല്ലായിരിക്കുന്നു. നീ വീട്ടിൽ വഴക്കിട്ടാണോ വന്നേ? എൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതാരും അറിഞ്ഞിട്ടുമില്ല. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ അടിച്ചിട്ടുണ്ടോ? ഒന്ന് ഇവിടെ അല്ലെങ്കിൽ നിന്നടാ, ഒരു സെൽഫി എടുക്കാം. അർച്ചന അയച്ചു കൊടുക്കാം. ഇന്നലെ ഇവിടെ ഭയങ്കര അടിയായിരുന്നു എന്ന് പറയാം. വാടാ, വന്നിരിക്കണോ? ഇതിന് മനസ്സിലാവോടെ ഇത് കാൽക്കുപ്പിയാണെന്ന്? എന്താ നമുക്ക് കിടക്കാം. ദർശനം സെൻഡ് ചെയ്ത് കൊടുക്കും. റൈഡ് പോയാലോ? എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ പകല് പോവാന്ന്. ഈ രാത്രിയിൽ നീ പോയി കിടന്നേ. പോയെ. അബി നീ കഥ പറഞ്ഞ പോയി. ഹലോ, നീ എവിടാ? നീ എന്താ പറയാതെ പോയത്? നീ കഥ പറഞ്ഞാൽ എങ്ങനെയാ പോയെ? നീ ഇവിടെ അവിടേക്ക് വേണോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. കുളിച്ചിട്ട് അങ്ങോട്ട് വരാം. സപ്പീല സപ്പ സപ്പീല സപ്പ സപ്പീല
നീ എന്താ ക്ലാപ്പ ഒന്നും മിണ്ടാത്ത? എടാ ഇത് കണ്ടോ? എടാ ഉള്ളല്ലോടാ ഈ ബൈക്ക്. എന്താ ഉണ്ണിക്കണ്ണനോ? എടാ കോപ്പ ഉണ്ണിക്കണ്ണല്ല, യൂണിക്കോൺ. യൂണിക്കോൺ എവിടെ? നീ എന്തൊരു കോപ്പിലെ പണമാണ് കാണിച്ചത്? പറയാതെ എനിക്ക് പോയത്. നീ എന്താ രാവിലെ തന്നെ വലിച്ചു കയറ്റിയോ? വല്ലോണ്ട് എനിക്കൂടെ തട, ഞാനും ഇതുവരെ കാതൊട്ടില്ല. നീ എന്താ വാളെ കളിയാക്കുവാണോ? എടാ ഇന്നലെ അവൻ നിന്റെ അടുത്ത് വരാൻ പറ്റാത്ത എന്നെ ഒരു കുപ്പി എടുക്കാൻ രാവിലെ വിളിച്ച് നിർത്തിയേക്കൂടെ. വന്നില്ലെന്നോ? എടാ ഇവൻ ഇന്നലെ പാതിരാത്രിക്കാണ് വന്ന് കയറിയത്. എന്നിട്ട് വെളുപ്പിനെ പറയാതെ പോലും പോയി. പാതിരാത്രിക്ക് ബൈക്ക് പോലും എടുക്കാൻ എത്രയും ദൂരം നടന്നു വന്നെയാ. ഞാനോ? നിനക്ക് എന്തതിന്റെ കേടാ? ഞാൻ ഇന്നലെ എന്നെ വിളിച്ചോ പറഞ്ഞാണോ എന്റെ അന്തക്കാലം വീട്ടിൽ ഭയങ്കര സീനാണെന്ന്? പിന്നെ അല്ല 10 മണി കഴിഞ്ഞ് ഞാൻ പെളിക്കോട്ടർ പോലും ഇറങ്ങാൻ പേടിയുള്ളവനാ. ജനലിക്കടി ഞാൻ മൂത്രം ഒഴിക്കുന്നത് അറിയാവാ? ഞാൻ നിന്റെ മടപ്പുര എങ്ങനെ വരാനാ? പോടാ. എടാ നീ നിന്റെ ഫോൺ എടുത്ത് നോക്കിക്കേ. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചിരുന്ന് ഒരു സെൽഫി എടുത്തതിനെ കഴിച്ചിട്ടുണ്ട്. നോക്ക്. സെൽഫിയോ? ആ എടാ അതിനകത്ത് നീ മാത്രമേ ഉള്ളല്ലോ. എടാ ഇന്നലെ ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേടാ. എന്റെ ദൈവം തപ്പരാസത്തെ എന്റെ പൊന്നളിയാ ഞാനല്ല. സംശയം നീ എന്റെ വീട്ടിൽ വിളിച്ചു ചോദിക്കും. പിന്നെ ആരാടാ? നീ ഇന്നലെ വൈകിട്ട് വണ്ടി വെച്ചിട്ട് പോയില്ലായിരുന്നു? ആ സമയത്ത് ഇന്നലെ ഇവനും പറഞ്ഞായിരുന്നു, അതായത് നിന്റെ ബൈക്കിൻ്റെ ബാഗിൽ പെണ്ണിരിപ്പുണ്ടെന്ന്. ഞാൻ പിന്നെ പറയാഞ്ഞത് നീ അത് വിശ്വസിക്കത്തില്ലല്ലോ. അത് ഞാൻ പിന്നെ പറയാഞ്ഞത്. സത്യോളിയാ, ഞാനും കണ്ട്. ഞാൻ മാത്രമല്ല ജിത്തും കണ്ട്. പെണ്ണോ? നീയൊക്കെ എന്തോടാ ഈ പറയുന്നേ? ഇനി ഇത് ബൈക്കിന്റെ പ്രശ്നം വല്ലോ ആണോ? എന്റെ പൊന്നളിയാ, എനിക്ക് പേടിയാ. എടാ ശരിയായിരിക്കും, ഇത്രയും നാളത്തെ പ്രശ്നമായി ബൈക്ക് എടുത്തതിന് ശേഷം പോലെ. ആടാ ജിത്തു, എടാ ഞങ്ങൾ തന്നെ ഈ മുളമുക്കിലുണ്ട്. ആടാ ഓക്കെ. ആ ബ്രോ, ആ നമുക്കറിയാവുന്നൊരു ജോത്സ്യനുണ്ട്. നമുക്ക് അയാളെ പോയി കാണാം. അതൊക്കെ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സത്യമാടാ, നമുക്കൊന്ന് പോയി നോക്കാം. നിന്റെ ഈ അന്ധവിശ്വാസം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എടാ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോയി കാണാം. നിനക്കല്ലേ അറിയാവുന്നത്, നീ പോയി വിളി. തിരുമേനിയെ കാണാൻ വന്നതാണോ? അതെ, അകത്തോട്ടിരിക്കുക. അകത്താണ് തിരുമേനി. രണ്ടു മൂന്ന് പേര് കാണാൻ വന്നിരിക്കുന്നു. ആറ് മൂലൊക്കെ വിളക്ക് വെച്ചാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? തിരുമേനി, ഇവനൊരു വണ്ടി എടുത്തു. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതേ തിരുമേനി, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ? തിരുമേനി, ഇവനൊരു വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ വണ്ടിയെ രാത്രി ആ സമയത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടൊക്കെ ഞങ്ങൾക്ക് കാണുകയും എടുക്കുകയൊക്കെ ചെയ്തു. ഇവനും കണ്ടു, ഞാനും കണ്ടു, ഇവനും കണ്ടു. എന്താ ചെയ്യുക? ഈ വണ്ടി എടുത്ത ആളുടെ പേരും ആളും പറഞ്ഞാട്ടെ. പേര് നാളൊക്കെ എന്തിനാ? വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു ചോദിക്കാൻ പറ്റും. വണ്ടിയും കൂടെ അതിനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അതറിയാമെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയാൽ പോരെ നിങ്ങൾക്ക്? നീ ഒന്നും ഉണ്ടായിരുന്നു. ക്ഷമിക്കണം തിരുമേനി, അവൻ്റെ പേര് വിശാല്. നാളെ ചോദ്യം. മിഥുനേ ഒന്നാട്ടെ. നമുക്കിപ്പോൾ കവടി വെച്ച് നോക്കേണ്ടി വരും അല്ലേ? ഒന്ന് കവടി വെച്ച് നോക്കേണ്ടി വരും.
6 12 ശനിയുടെ അപകാരമുണ്ട് അവിടെ. നിങ്ങൾ കൂടെ വന്ന ഒരാൾ പുറത്തിരിപ്പുണ്ടോ? ഇല്ല തിരുമേനി, ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ. അല്ല, നിങ്ങളുടെ കൂടെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ കാണുന്നു. തിരുമേനി, ഇതിന് വല്ല പ്രതിവിധിയുണ്ടോ? ഈ വണ്ടിക്ക് ഏതോ ഒരു ആത്മാവുമായിട്ട് ബന്ധമുണ്ട്. ഈ വണ്ടി എവിടുന്നാണ് നിങ്ങൾ എടുത്തത്? അവിടെ പോയാൽ അതിനുള്ള ഉത്തരം കിട്ടും. ഇത് കൈയോടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ അവിടെ പോകണം. അതിൻ്റെ കാര്യം നമുക്ക് അറിയണം, അറിഞ്ഞാൽ പറ്റും. വേണോ പുള്ളി ഉടായ്പ പറയുന്നത് കറണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഉടായ്പൊന്നുമില്ല, നീയും കണ്ടല്ലേ. നിനക്ക് അന്ധവിശ്വാസം പോലെ നീ അത് വിശ്വസിക്കുന്നില്ല. ഇത് പോണേ പറ്റൂ. ആ ഹർഷനെയും അമീറിനെയും കൂടെ വിളിക്കണം. ഞാനൊന്ന് വിളിക്കട്ടെ. ആടാ ഹലോ. ഞങ്ങളിവിടെ നമ്മുടെ ചായക്കട അടുത്ത് നിൽപ്പുണ്ട് റോഡിൽ. നിങ്ങളെവിടാ? ആടാ ഞങ്ങളിപ്പോൾ എന്താണ് ഇവിടെ മറ്റേ നമ്മുടെ ഗുരുമന്ത്രമില്ലേ അവിടെ അടുത്തുണ്ട്. എന്തായിരുന്നു? അത്യാവശ്യമായിട്ട് ഇടം വരെ പോകണം നമുക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആടാ ഓക്കെ ഇപ്പോൾ വരാം. ഓക്കെ എടാ നമ്മുടെ അബിയില്ലേ അവനായിരുന്നു. എന്താ പ്രശ്നമുണ്ട്? അവൻ പോയിട്ട് വരാം. എടാ സംഭവം എന്തുവാ? ഈ വണ്ടി എവിടുന്നാണ് നിങ്ങൾ എടുത്തത്? അവിടെ പോയാൽ അതിനുള്ള ഉത്തരം കിട്ടും. എടാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. പുള്ളി ഇത്രയും പറഞ്ഞല്ലേ. എന്താ പറയാ, പുള്ളി മൊത്തം ഉടായ്പാണ്. ഭസ്മം എടുക്കുന്നത് അതൊക്കെ തലയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നിനക്കെന്താ? പോണം, പോയേ എന്തായാലും പോയിട്ട് വരാം നമുക്ക്. വാ ഇപ്പൊ തന്നെ പോവാം. ബ്രോ, നമ്മളെടുത്ത വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ? എന്ത് പറ്റി ബ്രോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ബ്രോ, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. ബ്രോ, പുള്ളിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയി കാണേണ്ടി വരും. ഒരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുമോ? വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ബ്രോ, ഇവരാ വണ്ടി വാങ്ങി. ഇവർക്ക് എന്തോ പറയാനുണ്ട്. ബ്രോ, ഇവനെ വണ്ടി എടുത്തത്. ഈ വണ്ടി എടുത്ത നാൾ തൊട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെന്താ വണ്ടി അങ്ങ് കൊടുക്കാൻ കാര്യം? നിങ്ങളിരിക്കും, ഞാൻ പറയാം. വണ്ടി കൊടുക്കാൻ കാരണം എന്തെന്ന് പറയണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ബൈക്ക് എടുക്കാൻ കാരണം. അല്ല, ബൈക്ക് എടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ബൈക്ക് എടുത്തത്. പുള്ളിക്കാരി ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരി അറിയാതെ ഞാൻ ബൈക്ക് മേടിച്ചത്. പുള്ളിക്കാരി നാട്ടിൽ വന്നപ്പോഴാണ് ഈ ബൈക്കിൻ്റെ കാര്യം പോലും അറിയുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ തലേദിവസം, ആ ദിവസം എനിക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ട്രാജഡി ഉണ്ടായൊരു ദിവസം. ഞങ്ങൾ ഒരു ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചന്ന്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പിന് പോയി. കുറേ ദൂരം ചെന്നു. എവിടെ ആ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഏതോ ഒരു കാറ് വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത് കാറ് വന്ന് ഞങ്ങളുടെ വണ്ടിയെ വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി വീണിട്ടും എനിക്ക് അത്യാവശ്യം ബോധമുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക്. പക്ഷെ അവൾക്ക് കണ്ണു തുറക്കാനുള്ളൊരു ശ്രമം മാത്രം ഉണ്ട്. പിന്നെ നെറ്റിയിൽ നിന്ന് ആ ചോര വാർന്നൊലിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്.
അത്ര എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കിനും എന്നെ ബോധം പോയി. പിന്നെ എല്ലാവരും കൂടെ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് കുറച്ചാലും ഞാനിങ്ങനെ കോമ സ്റ്റേജിലൊക്കെ കിടക്കുമായിരുന്നു. അതിനിടയിലായിരുന്നു പുള്ളിക്കാരി ഈ ലോകം വിട്ടു പോയത്. അതൊന്നും അറിഞ്ഞില്ല. പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ അവസ്ഥയായി. ഇന്ന് ഈ വീൽ ചെയർ ആണ് എൻ്റെ ലോകം. വീൽ ചെയറില്ലാതെ മറ്റ് ഒരു കാര്യം എനിക്ക് നടക്കത്തില്ല. അവളുടെ ആ ലോകത്തേക്ക് പോകണമെന്ന് എനിക്കും ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പറ്റില്ലല്ലോ അവരുടെ ആ ലോകത്തേക്ക് എത്താൻ. സോറി, എനിക്ക് കരയാതെ ഒരിക്കലും അവളെ ഓർക്കാനൊക്കത്തില്ല. ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ? ഈ പെണ്ണിയുടെ അന്ന് രാത്രി ഇവന്റെ ബൈക്കിന്റെ പുറകെ ഞാൻ കണ്ടത്. അപ്പൊ ഇത് നമുക്കൊരു ട്രിപ്പ് പോകണം. ഇല്ലില്ല, വെള്ളവടിയും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടാവും.